അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസ്ഹബിഹി അഹ്ലി സ്സദ്ഖി വൽ വഫാ അമ്മാ ബഅദ്. പരിശുദ്ധമായ ഇസ്ലാമിൽ രോഗി സന്ദർശനം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള പ്രധാനപ്പെട്ട 6 കടമകളുടെ കൂട്ടത്തിലെ ഒന്നാണ്. മറ്റു ചില ഹദീസുകളിൽ 5 കടമകളിലെ കൂട്ടത്തിലെ ഒന്നാണ് ഇയാദത്തുൽ മരീദ്, രോഗി സന്ദർശനം എന്നത്. രോഗിയായ ആളെ മറ്റുള്ള അവൻ്റെ പരിചയക്കാരും ബന്ധുക്കളും കുടുംബങ്ങളും സ്നേഹജനങ്ങളും ഒക്കെ മറ്റു മുസ്ലിമീങ്ങളൊക്കെ സന്ദർശിക്കുക എന്നത്, രോഗിയെ സന്ദർശിച്ച് അവൻ്റെ രോഗവിവരങ്ങൾ അന്വേഷിച്ച് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ ആശ്വസിപ്പിച്ച് പിരിയുക. രോഗി സന്ദർശനം കൊണ്ട് രോഗിക്ക് അവൻ്റെ രോഗത്തിന് ആശ്വാസമാണ് ഉണ്ടാവേണ്ടത്. ഒരാൾ സന്ദർശിക്കാൻ വന്നത് കാരണം രോഗിക്ക് അതുകൊണ്ട് പിന്നീട് വലിയ ടെൻഷനും വലിയ മാനസികമായ പ്രയാസവും ഉണ്ടാവുകയും തൻ്റെ രോഗം വർദ്ധിക്കാൻ, തൻ്റെ രോഗം മൂർജിക്കാൻ കാരണമാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം രോഗിയുടെ സന്ദർശനം മുഖേന ഉണ്ടാവാൻ പാടില്ല. പലപ്പോഴും പല ആളുകൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണിത്. രോഗിയെ സന്ദർശിക്കാൻ വന്ന് അവിടുന്ന് മറ്റു ചില ആളുകളുടെ രോഗത്തിൻ്റെ അവസ്ഥയും മറ്റു ചില ആളുകൾക്കുണ്ടായ ദുരവസ്ഥകളും രോഗത്തിൻ്റെ കാഠിന്യങ്ങളും മറ്റുമൊക്കെ രോഗി കേൾക്കും വിധം അവതരിപ്പിച്ച് രോഗി അതിൽ ബേജാറാവുകയും വെപ്രാളപ്പെടുകയും തനിക്കും ഒരു പക്ഷേ ഇങ്ങനെ വരാനുണ്ടല്ലോ എന്ന് വരെ അവൻ ആലോചിച്ച് അവൻ്റെ രോഗം മൂർജിക്കാനും അവന് ടെൻഷൻ കൂടാനുമൊക്കെ അത് കാരണമാകും. അങ്ങനെ സംഭവിക്കാറുമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റങ്ങളും അവിടെ ഉണ്ടാവാൻ പാടില്ല. എല്ലാ ദിവസവും രോഗിയെ സന്ദർശിക്കൽ സുന്നത്തില്ല. ഇനി രോഗിക്ക് ഇന്ന ആൾ തന്നെ എല്ലാ ദിവസവും വന്ന് സന്ദർശിക്കൽ രോഗിക്ക് താല്പര്യമുണ്ട്, രോഗിക്ക് അതിൽ ആഗ്രഹമുണ്ട്, അയാളെ രോഗി അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ എല്ലാ ദിവസവും പോവാം. രോഗിൻ്റെ താല്പര്യം പോലെ അയാളെ ഈ ആൾക്ക് ചെന്ന് കാണാം, സന്ദർശിക്കാം, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ചുരുക്കി പറഞ്ഞാൽ രോഗി സന്ദർശനത്തിൽ ഒരുപാട് കാര്യങ്ങൾ സന്ദർശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യഊദു മരീളൻ ലം യഹ്ളുർ അജലുഹു ഫയഖൂലു 7 മറാത്ത് അസ്അലുല്ലാഹൽ അളീമ റബ്ബൽ അർശിൽ അളീമി അൻ യശ്ഫിയക് ഇല്ലാ ഊഫിയ. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയി. ആ രോഗം അവൻ്റെ മരണകാരണമാകാൻ മാത്രം കാഠിന്യമുള്ള രോഗമല്ല, അത്രക്ക് സീരിയസായ ഗൗരവമുള്ള രോഗമല്ല. അത്തരത്തിലുള്ള രോഗത്തിലൊന്നും സാധാരണഗതിയിൽ മരണത്തെ ഭയപ്പെടാറില്ല. ആ രൂപത്തിലുള്ള രോഗമാണ്. അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ രോഗത്തിൽ പിടിപെട്ട് രോഗത്തിലായി കിടക്കുന്ന ആൾ അവനെ സന്ദർശിക്കാൻ ചെന്ന് നോക്കുമ്പോൾ ലക്ഷണങ്ങളോടൊന്നും അവൻ അടുത്തിട്ടില്ല. അത്തരത്തിലുള്ള ഒരവസ്ഥാവിശേഷണത്തിലൊന്നും എത്തിയിട്ടില്ല. വലിയ പ്രതീക്ഷ ഉണ്ട്. എന്നാൽ അവിടെ സന്ദർശിക്കാൻ ചെന്ന ആൾ അവിടെ പ്രാർത്ഥിക്കാനുള്ളൊരു പ്രാർത്ഥനയാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അസ്അലുല്ലാഹൽ അളീമ റബ്ബൽ അർശിൽ അളീമി അൻ യശ്ഫിയക് എന്നത് 7 പ്രാവശ്യം. ആ രോഗി കേൾക്കും പ്രകാരം ഇത് ചൊല്ലിയാൽ രോഗിക്ക് അതിന് ആമീൻ പറയുകയും ചെയ്യാം. ഇത് 7 പ്രാവശ്യം പറയൽ സുന്നത്താണ്. അസ്അലുല്ലാഹൽ അളീം, ഉന്നതനും മഹാനുമായ അള്ളാഹുവിനോട് ഞാൻ തേടുന്നു. റബ്ബൽ അർശിൽ അളീം, പരമോന്നത അർഷിൻ്റെ ഉടമയായ അള്ളാഹുവിനോട് ഞാൻ തേടുന്നു.
അൻ യശ്ഫിയക്, നിനക്ക് അവൻ സുഖമാക്കി തരാൻ തേടുന്നു. ഈ അർത്ഥമുള്ള ഈ പ്രാർത്ഥന അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർശിൽ അലീമി അൻ യശ്ഫിയക് 7 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. ഇങ്ങനെ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവൻ്റെ മരണം അടുത്തിട്ടില്ലാത്ത രോഗിയാണെങ്കിൽ ഇല്ലാ ഉഴ്ഫിയ, അവന് സുഖപ്പെടുക തന്നെ ചെയ്യും. ഈ മഹത്തായ പ്രാർത്ഥനയുടെ ഫലമായി അവന് തീർച്ചയായും സുഖപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതേസമയം മരണ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ അവസ്ഥയിലാണുള്ളത്. ഇനി ആ രോഗത്തുനിന്ന് സുഖപ്പെട്ടു വരുമെന്ന പ്രതീക്ഷയില്ല, ആ ഒരവസ്ഥയിലാണ് ഉള്ളത്. ഏത് രോഗവുമാവട്ടെ, അത്തരത്തിലുള്ള രോഗിയെയാണ് സന്ദർശിക്കാൻ ചെന്നത് എങ്കിൽ അവിടെ സന്ദർശിക്കുന്ന ആൾ എന്താണ് പാലിക്കേണ്ടത്? സന്ദർശിക്കുന്ന ആൾ ആ രോഗിയോട് പശ്ചാത്താപം അവൻ്റെ മനസ്സിൽ തോന്നുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് നടത്തേണ്ടത്. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് ക്ഷമാപണം നടത്തുന്ന, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്ന പ്രാർത്ഥനകൾ ഇവൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം, രോഗിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതിന് പ്രചോദനമാകുന്ന രൂപത്തിലുള്ള, അത് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള, അത് പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് സന്ദർശകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അവൻ ഈ സംസാരങ്ങളൊക്കെ കേട്ട്, സന്ദർശകൻ്റെ ഈ സംസാരങ്ങളൊക്കെ ആ രോഗി കേട്ട് അവന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ, ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി ചൊല്ലാൻ ഈ രോഗിക്ക് തോന്നണം. രോഗിയിൽ നിന്ന് ഒരുപാട് തൗബയുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. അതിന് ഉപകാരപ്പെടുന്ന സംസാരങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ രോഗിക്ക് ആശ ഉണ്ടാകുന്ന രൂപത്തിൽ, രോഗിയുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ആശ ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവണം. അതിൻ്റെയൊക്കെ പുറമെ ഈ രോഗിയുടെ നല്ല അന്ത്യത്തിന് വേണ്ടി, എല്ലാവരുടെയും പരലോക വിജയത്തിന് വേണ്ടി ആ സമയത്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. രോഗിക്ക് മാത്രം രോഗിൻ്റെ ആഖിറം നന്നാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ല, നല്ല രൂപത്തിൽ അള്ളാഹു നിന്നെ മരിപ്പിക്കട്ടെ എന്ന് വ്യക്തമായി ദുആ ചെയ്യുകയല്ല, മറിച്ച് സന്ദർശകരെയും കൂടെയുള്ളവരെയും രോഗിയെയും എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന രൂപത്തിലുള്ള പൊതുവായുള്ള പ്രാർത്ഥന അവിടെ നിന്ന് നടത്തിയാൽ നമ്മുടെ ഉദ്ദേശം ഈ രോഗിക്ക് ആശ്വാസമുണ്ടാവുക, അവൻ്റെ നല്ല അന്ത്യമുണ്ടാവുക, അവന് ഈ പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ടാവുക എന്നതാണ് മുഖ്യമായ ലക്ഷ്യം. പക്ഷേ രോഗിക്ക് വിഷമം നേരിടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുന്ന രൂപത്തിലുള്ള പ്രാർത്ഥന അവന് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നിട്ട് സന്തോഷകരമായ രൂപത്തിൽ അവിടെ നിന്ന് പിരിഞ്ഞു പോരുക. ഇതാണ് വേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമുണ്ട്. വലിയ പുണ്യമുള്ള ധാരാളം ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പ്രേരിപ്പിച്ചതും നമ്മോട് കൽപ്പിച്ചതും മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള ബാധ്യതകളും കടപ്പാടുകളിലും പെട്ടതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയതുമായ കാര്യമാണ് രോഗി സന്ദർശനം എന്നത്. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. നബി തങ്ങൾ ഒറ്റയ്ക്ക് പോയതുണ്ട്, സഹാബത്തിനെ കൂട്ടിപ്പോയതുണ്ട്, ഒരു സംഘം ആളുകളെ കൂട്ടിപ്പോയതുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ നബി തങ്ങൾ രോഗിയുടെ അടുത്ത് ചെന്ന് ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നബി തങ്ങൾ നമുക്ക് കാണിച്ചു തരികയും പ്രാവർത്തികമാക്കി തന്നെ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് കാണിച്ചു തരികയും പലതും നമ്മോട് ഉപദേശിക്കുകയുമൊക്കെ ചെയ്തതായി ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അല്ലാഹു തആല നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.